ഹായ് ചേച്ചി. എന്താ ഷാജിദേ, എപ്പോഴും ചിരിയും കളിയായിരിക്കും, ഇന്നെന്താ ഒരു വല്ലായ്മ പോലെ? അതാണോ ചേച്ചി, ഇന്നലെ ഞാൻ സ്കൂളിൽ പോയില്ല. പക്ഷെ ഇന്നലെ ടീച്ചർ ബീർബലിന്റെ കഥ പറഞ്ഞിരിക്കുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടമാ. എനിക്കത് കേൾക്കാൻ പറ്റിയില്ല. ചേച്ചി അത് വായിച്ചു കാണുമല്ലോ, എനിക്ക് പറഞ്ഞു തരുമോ? സോറി ഷാജിദേ, ഞാനത് കൊച്ചിലെ പഠിച്ചതല്ലേ, ഇപ്പൊ എനിക്ക് ഒന്നും ഓർമ്മയില്ല. എന്താ കുട്ടികളെ, എന്തിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, നിങ്ങളാരാ? ഇദ്ദേഹത്തെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാനാണ് ബീർബൽ. ഓ, ബീർബലാണോ? അതെ അതെ, ബീർബൽ തന്നെ. ഞാനും പുസ്തകത്തിൽ കണ്ടിട്ടുണ്ട്. ബീർബൽ, നിങ്ങളുടെ കഥകൾ പറയാമോ? തീർച്ചയായിട്ടും. നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറയുന്ന കഥകൾ കൊച്ചു കൂട്ടുകാരായ നിങ്ങൾക്ക് വളരെ പ്രയോജനമുള്ളതായിരിക്കും. വിളക്ക് കത്തിച്ചാൽ വെളിച്ചമല്ലേ കിട്ടുക? അതെ, വെളിച്ചമാണ് കിട്ടുക. പിന്നെ ചൂടാണോ കിട്ടുക? അപ്പൊ എന്റെ മഹാരാജാവ് എന്ത് കരുതിയെന്നോ? ചൂട് കിട്ടുമെന്നാണ്. പിന്നെ ഒരു തണുപ്പുള്ള രാത്രിയിൽ അക്ബർ ചക്രവർത്തിയും അദ്ദേഹത്തിന്റെ സമർത്ഥനായ മന്ത്രി ബീർബലും കൊട്ടാരത്തിന്റെ കുളക്കരയിൽ സംസാരിക്കുകയായിരുന്നു. ബീർബൽ, ഇവിടെ ഭയങ്കര തണുപ്പാണല്ലോ. ഇതുപോലൊരു രാത്രിയിൽ തണുത്തുറഞ്ഞ വെള്ളത്തിൽ നിൽക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? പറ്റില്ല മഹാരാജാവേ. ഒരുപക്ഷെ പാരിതോഷികം ലഭിക്കുമെന്നറിഞ്ഞാൽ ആരെങ്കിലും നിന്നേക്കാം. അങ്ങനെയോ? അങ്ങനെ നിന്നാൽ ഞാൻ പാരിതോഷികം നൽകാം. നാളെ അത് തെളിയിച്ചു കാണിക്കാമോ? തീർച്ചയായും, നാളെ തെളിയിച്ചു കാണിക്കാം. അടുത്ത ദിവസം ബീർബൽ ഒരു പാവപ്പെട്ട അയൽക്കാരനെ വിളിച്ചു. നിങ്ങൾക്ക് രാത്രി മുഴുവനും തണുത്തുറഞ്ഞ വെള്ളത്തിൽ നിൽക്കാനാവുമോ? അങ്ങനെ നിന്നാൽ മഹാരാജാവിൽ നിന്ന് പാരിതോഷികം ലഭിക്കും. തീർച്ചയായും നിൽക്കാം അവിടുന്ന്. അന്ന് രാത്രി ആ അയൽക്കാരൻ വെള്ളത്തിൽ ഇറങ്ങി നിന്നു. അയാളെ നിരീക്ഷിക്കാനായി മഹാരാജാവ് 2 ഭടന്മാരെ നിയോഗിച്ചിരുന്നു. അടുത്ത ദിവസം രാവിലെ മഹാരാജാവ് അയാളെ കാണാനായി വന്നു. നിനക്ക് ഇത്രയും തണുപ്പുള്ള വെള്ളത്തിൽ നിൽക്കാൻ എങ്ങനെ സാധിച്ചു? മഹാരാജാവേ, കൊട്ടാരവിളക്കിന്റെ വെളിച്ചം എന്റെ മേൽ പതിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് അത് നോക്കി ഞാൻ രാത്രി മുഴുവനും നിന്നു. അപ്പോൾ വിളക്കിന്റെ ചൂടാണ് നിന്നെ തണുത്ത വെള്ളത്തിൽ നിൽക്കാൻ സഹായിച്ചതല്ലേ? അതിനാൽ നിനക്ക് പാരിതോഷികം തരാൻ സാധിക്കില്ല. ആ പാവം മനുഷ്യൻ നിരാശനായി മടങ്ങി. പക്ഷേ നടന്ന സംഭവം അറിഞ്ഞ ബീർബൽ എങ്ങനെയെങ്കിലും അയാളെ സമ്മാനാർഹനാക്കണം എന്ന് കരുതി. അടുത്ത ദിവസം ഉച്ചയൂണിനായി അക്ബർ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ ഊണ് തയ്യാറായിരുന്നില്ല. എന്താണ് പറ്റിയത് എന്നറിയാനായി അക്ബർ അടുക്കളയിലേക്ക് പോയി. ആരാ ഇങ്ങനെ ചെയ്തത്? പാത്രം തീജ്വാലയുടെ മുകളിൽ നിന്ന് 10 അടി ഉയർത്തിവെച്ചാൽ എങ്ങനെയാണ് ഭക്ഷണം പാചകം ചെയ്യാനാവുക? എന്തുകൊണ്ട് പറ്റില്ല? കൊട്ടാരത്തിന് പിൻവശത്തുള്ള തണുത്തുറഞ്ഞ വെള്ളത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് കൊട്ടാര വിളക്കിലെ വെളിച്ചം കൊണ്ട് ചൂടേൽക്കുമെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഭക്ഷണം പാകം ചെയ്തുകൂടാ? അക്ബർ തന്റെ തെറ്റ് മനസ്സിലാക്കി ആ പാവം മനുഷ്യന് പാരിതോഷികങ്ങൾ നൽകി. ആ പാവപ്പെട്ടവനെ നോക്കാനായി എത്ര കാവൽക്കാരാണ് നിയോഗിക്കപ്പെട്ടത്? 6, 2, 12, 3. ശരി ഉത്തരമാണ്. നമ്മുടെ നാട്ടിൽ മൂടന്മാർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ആ കാലത്ത് മൂടന്മാരെ തേടിക്കൊണ്ടുവരണമെന്ന് ഞങ്ങൾ രാജാവ് ഉത്തരവ് പുറപ്പെടുവിച്ചു. ബീർബൽ, നമുക്കൊരു വിചിത്രമായ ആഗ്രഹമുണ്ട്. നമ്മുടെ രാജ്യത്തിലുള്ള 4 മഠയന്മാർക്ക് വിരുന്ന് സൽക്കാരം നൽകണം. അതിനുള്ള ഏർപ്പാടുകൾ താങ്കൾക്ക് ചെയ്യാനാവുമോ? ഉത്തരവ് മഹാരാജാവേ.
മഹാരാജാവ് അന്വേഷിക്കുന്ന രീതിയിലുള്ള 4 മഠയന്മാരെ എവിടെ ചെന്ന് തിരക്കാനാവുമെന്ന് ബീർബൽ ആശയക്കുഴപ്പത്തിലായി. അപ്പോൾ എന്തിനാണ് ഈ തടിക്കഷ്ണം തലയിൽ ചുമക്കുന്നത്? ഇത് കഴുതപ്പുറത്ത് വെച്ചാൽ മതിയായിരുന്നല്ലോ. എനിക്കതറിയാം. പക്ഷേ ഇത് കഴുതപ്പുറത്ത് വെച്ചാൽ ഭാരം താങ്ങാനാവാതെ കഴുത മരിക്കും. അതുകൊണ്ടാണ് തലയിൽ ചുമക്കുന്നത്. ആ, രാജാവ് അന്വേഷിക്കുന്നവരിൽ ഒരാളാണ് ഇയാൾ. ഇയാളെ രാജാവിന്റെ പക്കലേക്ക് കൊണ്ടുപോകാം. കുറച്ചു ദൂരം നടന്നതിന് ശേഷം നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? എന്റെ മോതിരം കളഞ്ഞുപോയി, അത് തേടുകയാണ്. എവിടെയാണ് കളഞ്ഞുപോയത്? എന്റെ വീട്ടിൽ. പിന്നെന്താ ഇവിടെ തേടുന്നത്? അവിടെ ഇരുട്ടാണ്, ഇവിടെ വെളിച്ചമുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇവിടെ തേടുന്നത്. അടുത്ത ദിവസം 2 മഠയന്മാരെയല്ലേ കൊണ്ടുവന്നിട്ടുള്ളൂ? മറ്റു 2 പേരെവിടെ? സത്യം പറയുന്നതിൽ വിഷമിക്കരുത് മഹാരാജാവേ. നമ്മളാണ് മറ്റു 2 മഠയന്മാർ. എന്ത്? നമ്മുടെ പ്രജകൾക്കായി ചെയ്യാൻ എത്രയോ ജോലികൾ ബാക്കിയുള്ളപ്പോ അവിടുന്ന് മഠയന്മാരെ അന്വേഷിക്കാൻ പറഞ്ഞു. ഞാൻ അന്വേഷിക്കുകയും ചെയ്തു. അതുകൊണ്ട് നമ്മളാണ് മറ്റു 2 വലിയ മഠയന്മാർ. രണ്ടാമത്തെയാൾ എന്താണ് തേടിക്കൊണ്ടിരുന്നത്? വള, പാദസരം, മോതിരം, കമ്മൽ. മോതിരം. ഉത്തരം വളരെ ശരിയാണ്. നിങ്ങൾ മായാജാലം ചെയ്യുമെന്ന് കേട്ടിട്ടുണ്ട്. ഒരു ദിവസം അക്ബറിന്റെ രാജസദസ്സിൽ ഒരു വിചിത്രമായ വെല്ലുവിളി നടത്തി. ഈ രേഖയിൽ തൊടാതെ തന്നെ ആർക്കെങ്കിലും ഇത് ചെറുതാക്കാൻ പറ്റുമോ? തൊടാതെയോ? അതെങ്ങനെ സാധിക്കും? നമ്മുടെ രാജാവിന് എന്ത് പറ്റി? മഹാരാജാവേ, എനിക്ക് സാധിക്കും. ശരി ബീർബൽ, ഇത് ചെറുതാക്കൂ, നോക്കട്ടെ. ബീർബൽ മഹാരാജാവ് വരച്ചിരുന്ന ആ രേഖയുടെ അടുത്തായി ഒരു വലിയ രേഖ വരച്ചു. മഹാരാജാവേ, ഇപ്പോൾ കണ്ടില്ലേ, അങ്ങ് വരച്ച രേഖ ചെറുതായി. കൊള്ളാം ബീർബൽ. രേഖ എങ്ങനെയാണ് ചെറുതായത്? വലിയ രേഖയോടൊപ്പം താരതമ്യപ്പെടുത്തിയപ്പോൾ, മായ്ച്ചപ്പോൾ, മാന്ത്രിക വിദ്യ ചെയ്തപ്പോൾ, വലിയ രേഖയോടൊപ്പം താരതമ്യപ്പെടുത്തിയപ്പോൾ. ശരി ഉത്തരമാണ്. ഷാജിദേ, ഇപ്പൊ കണ്ടില്ലേ, ഇന്നലെ നീ സ്കൂളിൽ പോകാത്തതുകൊണ്ട് ബീർബൽ നേരിട്ട് വന്ന് നിന്നോട് കഥ പറയാൻ പോകുന്നു. അതെ ചേച്ചി, എല്ലാം നന്മയ്ക്കാണ്. എല്ലാം നന്മയ്ക്കാണെന്നുള്ള ഈ ചിന്തയാണ് അന്ന് എന്നെ രക്ഷപ്പെടുത്തിയത്. ഒരു ദിവസം അക്ബർ മാമ്പഴം നുറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വിരലിൽ മുറിവേറ്റു. അയ്യോ! എല്ലാം നന്മയ്ക്ക് തന്നെ. എന്ത്? എനിക്ക് വേദനിക്കുന്നു? തനിക്ക് തമാശയാണോ? ആരവിടെ? ഇയാളെ കാരാഗ്രഹത്തിൽ അടയ്ക്കൂ. എല്ലാം നന്മയ്ക്ക് തന്നെ. അടുത്ത ദിവസം അക്ബർ നായാട്ടിനായി പോയപ്പോൾ കാട്ടുവാസികളുടെ പിടിയിൽ അകപ്പെടാൻ ഇടയായി. അവനെ പിടിക്ക്, നമ്മുടെ ദൈവത്തിന് അവനെ ബലി കൊടുക്കാം. ബലി കൊടുക്കരുത്, അവന്റെ വിരലിൽ മുറിവേറ്റിട്ടുണ്ട്. മുറിവേറ്റ ഒന്നിനെയും നമ്മുടെ ദൈവം സ്വീകരിക്കില്ല. അതുകൊണ്ട് ഇവനെ വിട്ടേക്കാം. ബീർബൽ പറഞ്ഞത് ശരി തന്നെ.
മുറിവേറ്റതും ഒരു വിധത്തിൽ നല്ലത് തന്നെ. കൊട്ടാരത്തിൽ തിരിച്ചെത്തിയ അക്ബർ ബീർബലിനെ സ്വതന്ത്രനാക്കി. തന്നെ കാരാഗ്രഹത്തിൽ അടച്ചപ്പോഴും എല്ലാം നന്മയ്ക്ക് തന്നെ എന്ന് പറഞ്ഞില്ലേ, അതെന്തുകൊണ്ടാ? എന്നെ കാരാഗ്രഹത്തിൽ അടച്ചില്ലായിരുന്നുവെങ്കിൽ ഞാനും അങ്ങയോടൊപ്പം വരുമായിരുന്നു. അപ്പോൾ കാട്ടുവാസികൾ അങ്ങയെ വിട്ടിട്ട് എന്നെ കൊല്ലുമായിരുന്നു. വളരെ ശരിയാണ് ബീർബൽ. അക്ബർ ആരുടെ പക്കലാണ് കുടുങ്ങിയത്? കാവൽക്കാർ, കാട്ടുവാസികൾ, മൃഗങ്ങൾ, പ്രേതങ്ങൾ. കാട്ടുവാസികൾ. ഉത്തരം ശരിയാണ്. ഒരിക്കൽ ഞങ്ങൾ രാജാവിന് നാട്ടിലെ പ്രജകൾ സത്യസന്ധരാണോ എന്ന് സംശയം തോന്നി. അതിന് ഞാനും രാജാവും ചേർന്ന് ഒരു ചെറിയ നാടകം നടത്തുകയും ചെയ്തു. ബീർബൽ, നമ്മുടെ പ്രജകളെല്ലാവരും സത്യസന്ധരാണെന്ന് തോന്നുന്നു. അങ്ങനെ പറയാൻ പറ്റില്ല മഹാരാജാവേ. എല്ലാ ജനങ്ങളും പുറമേ കാണും പോലെ സത്യസന്ധരല്ല. അതെയോ? അതെങ്ങനെ പറയാൻ പറ്റും? നാളെ തന്നെ ഞാനത് തെളിയിക്കാം. ക്ഷേത്രപൂജാകർമ്മങ്ങൾക്കായി ഓരോ കുടുംബവും ഇടങ്ങഴി പാൽ വീതം രാജകൊട്ടാരത്തിന് മുന്നിലുള്ള പാത്രത്തിൽ ഒഴിക്കണം. ഇത് മഹാരാജാവിന്റെ ഉത്തരവാണ്. എല്ലാവരും ഇടങ്ങഴി പാൽ വീതം പാത്രത്തിൽ കൊണ്ടുവന്നൊഴിച്ചു. എല്ലാവരും പോയതിനു ശേഷം അക്ബറും ബീർബലും പാത്രത്തിൽ നോക്കി. അതിൽ വെറും വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കണ്ടില്ലേ മഹാരാജാവേ, ഓരോരുത്തരും കരുതി ഇത്രയും അധികം പാലിലേക്ക് ഒരിടങ്ങഴി വെള്ളമൊഴിച്ചാൽ കണ്ടുപിടിക്കാനാവില്ലെന്ന്. അതുകൊണ്ടാണ് ഇതിൽ മുഴുവൻ വെള്ളമായത്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ബീർബൽ. എല്ലാ ജനങ്ങളും സത്യസന്ധരല്ല. അക്ബർ എത്ര പാലാണ് കൊടുക്കാൻ പറഞ്ഞത്? 1 ലിറ്റർ, 20 ലിറ്റർ, 13 ലിറ്റർ, 6 ലിറ്റർ. ഒരു ലിറ്റർ. വളരെ ശരിയാണ്. ബീർബൽ, നിങ്ങൾ കുതിരക്കാരന് വിധി പറഞ്ഞതായി ഞാൻ കഥയിൽ വായിച്ചിട്ടുണ്ട്. അതെന്താണെന്നൊന്ന് പറയാമോ? തീർച്ചയായും പറയാം. ഒരു വ്യാപാരിക്ക് അക്രമിയായ ഒരു കുതിരയുണ്ടായിരുന്നു. അയാൾ ആ കുതിരയെ വിൽക്കാനായി അയൽ ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. വഴിയിൽ വെച്ച് അയാൾ വിശ്രമിച്ചു. അപ്പോൾ നിങ്ങളുടെ കഴുതയെ കെട്ടരുത്. എന്റെ കുതിര വല്ലാത്ത കോപിഷ്ഠനാ, അത് തൊഴിക്കും. ഈ മരം നിങ്ങളുടെ സ്വന്തം ഒന്നും അല്ലല്ലോ, ഞാൻ കെട്ടും. നോക്ക്, നിങ്ങളുടെ കുതിര എന്റെ കഴുതയെ കൊന്നു. ആദ്യം എനിക്ക് വേറെ ഒരു കഴുതയെ വാങ്ങിച്ചു തന്നിട്ട് പോയാ മതി. ഞാൻ എത്ര പറഞ്ഞിട്ട് കേൾക്കാതെ നിങ്ങൾ അതിനെ കെട്ടിയില്ലേ, അതുകൊണ്ട് ഞാൻ അതിന് ഉത്തരവാദിയല്ല. അപ്പൊ ഞാൻ കോടതിയിലേക്ക് പോകും. ഈ വാഗ്വാദം കേട്ടുകൊണ്ടിരുന്ന ബീർബൽ മധ്യസ്ഥതയ്ക്കെത്തി. പിന്നീട് ഈ വ്യാപാരിയുടെ കഴുതയെ കൊന്നത് നിങ്ങളുടെ കുതിരയാണോ?
ചോദിച്ചത് കേട്ടില്ലേ? നിങ്ങളെന്താ ഊമയാണോ? അയാളെ വിശ്വസിക്കരുത്. അയാൾ മനപ്പൂർവ്വം ഊമയെ പോലെ അഭിനയിക്കുകയാണ്. ഞാൻ എന്റെ കഴുതയെ മരത്തിൽ കെട്ടിയപ്പോ അയാൾ ഒച്ച വെച്ച് പറഞ്ഞു, ഇവിടെ കെട്ടരുതേ, എന്റെ കുതിര നിങ്ങളുടെ കഴുതയെ കൊല്ലുമെന്ന്. ഈ മരം അയാളുടെ സ്വന്തമാണെന്ന വിചാരം. ഊമയെ പോലെ അഭിനയിക്കുന്ന ഇയാളെ വിശ്വസിക്കരുത്. കൊള്ളാം. ഇയാൾ മുന്നറിയിപ്പ് നൽകിയിട്ടും താൻ കഴുതയെ മരത്തിൽ കെട്ടിയത് കൊണ്ടാണ് അത് മരിച്ചതല്ലേ? അതുകൊണ്ട് ഇതിന് ഇയാൾ ഉത്തരവാദിയല്ല. തനിക്ക് പോകാം. കഴുതയെ കൊന്നത് ആരാണ്? നായ, കുതിര, നരി, സിംഹം? കുതിര. കൊള്ളാം, ശരി ഉത്തരം. മരം ഒരിക്കലും സംസാരിക്കില്ല, പക്ഷേ നമ്മുടെ ബീർബൽ പുളിമരത്തെ കൊണ്ട് സാക്ഷി പറയിപ്പിച്ചു. അതെയോ? അതെങ്ങനെ? ഒരു വൃദ്ധൻ അയൽ ഗ്രാമത്തിലേക്ക് കാട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ വെച്ച് അയാളുടെ സുഹൃത്തിനെ കണ്ടുമുട്ടി. സുഹൃത്തേ, ഇത് മുഴുവൻ എന്റെ സമ്പാദ്യമാണ്. ഞാൻ തിരിച്ചു വന്നാലുടനെ ഇത് വാങ്ങിച്ചു കൊള്ളാം. ഇത് സൂക്ഷിച്ചു കൊള്ളാമോ? തീർച്ചയായും. നിങ്ങൾ വിഷമിക്കാതെ പോയിട്ട് വരൂ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വൃദ്ധൻ തിരിച്ചെത്തി തന്റെ സമ്പാദ്യം തിരികെ ചോദിച്ചു. സുഹൃത്തേ, എന്റെ പണം എനിക്ക് തിരിച്ചു തരാമോ? ഏത് പണം? നിങ്ങൾ എന്തൊക്കെയോ ചോദിക്കുന്നല്ലോ. വൃദ്ധൻ ബീർബലിന്റെ അടുത്തെത്തി. ബീർബൽ രണ്ടുപേരെയും വിളിച്ച് കാര്യം തിരക്കി. എവിടെ വെച്ചാണ് നിങ്ങൾ പണം കൊടുത്തത്? കാട്ടുപാതയിലുള്ള ഒരു പുളിമരത്തിന്റെ താഴെ വച്ച്. ശരി, നമുക്ക് ആ പുളിമരത്തെ സാക്ഷി പറയാൻ വിളിക്കാം. അത് അതെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പണം തിരിച്ചു കിട്ടും. വൃദ്ധൻ ആകെ ആശയക്കുഴപ്പത്തിലായി. എന്നാലും ബീർബൽ പറഞ്ഞതുകൊണ്ട് അയാൾ മരത്തെ വിളിക്കാൻ പോയി. കുറെ മണിക്കൂറുകൾക്ക് ശേഷം, സമയമേറെയായല്ലോ, ഇനിയും അയാൾ എത്തിയിട്ടില്ല. ഇവിടെ നിന്ന് എത്ര അകലെയാണ് ആ മരം? ഇവിടെ നിന്ന് 4 മൈൽ അകലെയാണ് ആ മരം. അങ്ങനെയാണെങ്കിൽ ശരി, നമുക്കിവിടെ കാത്തു നിൽക്കാം. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വൃദ്ധൻ തിരിച്ചെത്തി. അതെ, ഞാൻ എത്രയോ തവണ മരത്തെ വിളിച്ചു നോക്കി, എന്നാൽ അത് അനങ്ങുന്നേയില്ല. സാരമില്ല, മരം മുൻപേ തന്നെ ഇവിടെ സാക്ഷിയായി എത്തിക്കഴിഞ്ഞു. താൻ ആ പണം വാങ്ങിയില്ലായിരുന്നെങ്കിൽ ആ മരം എവിടെയാണെന്ന് തനിക്ക് എങ്ങനെ അറിയാം? തെറ്റ് സമ്മതിച്ചില്ലെങ്കിൽ തനിക്ക് തക്ക ശിക്ഷ ലഭിക്കുന്നതാണ്. എന്നോട് ക്ഷമിക്കണം. ഇന്ന് തന്നെ അയാളുടെ പണം തിരികെ കൊടുത്തേക്കാം. നീതിപീഠത്തിൽ നിന്ന് എത്ര ദൂരെയാണ് മരം നിന്നിരുന്നത്? 1 മൈൽ, 2 മൈൽ, 4 മൈൽ, 12 മൈൽ. 4 മൈൽ ശരി ഉത്തരമാണ്. എല്ലാവർക്കും ഒരു മാതൃഭാഷയുണ്ട്. ആപത്ത് സമയത്ത് അതായിരിക്കും പുറത്തു വരിക. ഇദ്ദേഹവും അങ്ങനെ തന്നെയാണ്. ഒരിക്കൽ ഒരു ബഹുഭാഷാ പണ്ഡിതൻ അക്ബറിന്റെ രാജസദസ്സ് സന്ദർശിച്ചു. പണ്ഡിതനായ അങ്ങയെ കണ്ടതിൽ സന്തോഷം. ഞങ്ങളുടെ ആതിഥ്യം സ്വീകരിച്ച് ഞങ്ങളോടൊപ്പം താമസിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണം. അവിടുത്തെ ഇഷ്ടം പോലെ മഹാരാജാവേ. താങ്കളുടെ മാതൃഭാഷ എന്താണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. എനിക്ക് ഈ ലോകത്തിലുള്ള എല്ലാ ഭാഷകളോടും മാതൃഭാഷയോടെന്ന പോലെ സ്നേഹമുണ്ട് മഹാരാജാവേ. ആ പണ്ഡിതന്റെ മാതൃഭാഷ അറിയാൻ ആകാംക്ഷ തോന്നിയ അക്ബർ ബീർബലിനോട് സഹായം അഭ്യർത്ഥിച്ചു.
മഹാരാജാവേ, അവിടത്തേക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ സഹായിക്കാം. ഇന്നു രാത്രി എന്നോടൊപ്പം വന്നാലും. പണ്ഡിതൻ അഗാധ നിദ്രയിലായിരുന്നപ്പോൾ ബീർബലും അക്ബറും അയാളുടെ മുറിയിൽ കടന്ന് പൊരുതെ തല്ലാൻ തുടങ്ങി. മഹാരാജാവേ, പണ്ഡിതൻ ഇപ്പോൾ പറഞ്ഞ ഭാഷ തെലുങ്കാണ്. അതാണ് അയാളുടെ മാതൃഭാഷ. ഒരുവൻ എത്ര തന്നെ പാണ്ഡിത്യമുണ്ടായാലും അത്ഭുതമോ അപകടമോ ഉണ്ടായാൽ അയാളുടെ വിചാരവികാരങ്ങൾ മാതൃഭാഷയിലൂടെയാണ് പ്രകടമാവുക. പണ്ഡിതനെ, ഞാൻ അങ്ങയെ അടിച്ചതിന് ക്ഷമിക്കണം. പണ്ഡിതന്റെ മാതൃഭാഷ എന്താണ്? മലയാളം, തെലുങ്ക്, തമിഴ്, കന്നഡ. തെലുങ്ക്. ഉത്തരം ശരിയാണ്. നമ്മുടെ ബീർബൽ വിചാരിച്ചാൽ വാക്കിംഗ് സ്റ്റിക്ക് പോലും വളരും. അതെ അതെ, അതൊരു രസകരമായ കഥയാണ്. ഒരു ദിവസം ബീർബലിന്റെ കൊട്ടാരത്തിൽ ഒരു സംഭവം നടന്നു. അങ്ങനെ എന്റെ പണവും സ്വർണ്ണാഭരണങ്ങളും മുഴുവൻ മോഷ്ടിക്കപ്പെട്ടു. അങ്ങേക്ക് മാത്രമേ അത് കണ്ടുപിടിക്കാൻ എന്നെ സഹായിക്കാനാവൂ. നിങ്ങൾക്ക് ആരെയെങ്കിലും സംശയമുണ്ടോ? എന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരുടെ മേൽ സംശയമുണ്ട്. അടുത്ത ദിവസം ബീർബൽ 4 ജോലിക്കാരെയും വിളിച്ചു വരുത്തി ഓരോരുത്തർക്കും ഓരോ മാന്ത്രികക്കോൽ കൊടുത്തു. ഇതൊരു മാന്ത്രിക കോലാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാനിത് തരും. ആരാണോ യഥാർത്ഥ മോഷ്ടാവ് അയാളുടെ കോലിന് 1/2 ഇഞ്ച് നീളം വർദ്ധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് പോകാം. 4 പേരെയും പ്രത്യേക മുറികളിൽ പാർപ്പിച്ചു. അടുത്ത ദിവസം ഒരു ജോലിക്കാരന്റെ കോൽ മാത്രം 1/2 ഇഞ്ച് മുറിക്കപ്പെട്ടതായി കണ്ടു. നീയാണ് കുറ്റവാളി. സത്യമാണ്, എന്നോട് ക്ഷമിക്കണം. എങ്ങനെ കണ്ടുപിടിച്ച അങ്ങന്ന്? ലളിതം. ഇതൊരു മാന്ത്രിക കോലുമല്ല. ഇത് വളരുകയുമില്ല. ഇതിന് 1/2 ഇഞ്ച് നീളം വർദ്ധിച്ചാൽ സത്യം വെളിച്ചത്താകുമെന്ന് ഭയന്ന് ഇയാൾ ഈ കോൽ 1/2 ഇഞ്ച് മുറിച്ചു കളഞ്ഞു. അതുകൊണ്ട് ഇയാളാണ് മോഷ്ടാവ്. കമ്പ് എത്ര നീളം വളരും? 3 ഇഞ്ച്, 1/2 ഇഞ്ച്, 2 ഇഞ്ച്, 1/4 ഇഞ്ച്. അര ഇഞ്ച്. ഉത്തരം ശരിയാണ്. ഒരു ദിവസം അക്ബർ രാജ്യത്തിലുള്ള പക്ഷികളുടെ എല്ലാം കണക്കെടുക്കണമെന്ന് പറഞ്ഞു. പക്ഷികളെയോ? ബുദ്ധിമുട്ടാണല്ലോ. എങ്ങനെ? ഒരു ദിവസം അക്ബറിന് ബീർബലിനെ പരീക്ഷിക്കണം എന്ന് തോന്നി. ബീർബൽ, നമുക്ക് പക്ഷികൾ ഒഴികെ മറ്റ് എല്ലാ നദികളുടെയും കുളങ്ങളുടെയും ജനങ്ങളുടെയും എല്ലാം ശരിയായ കണക്കുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പക്ഷികളുടെ കണക്കെടുപ്പ് നടത്താനുള്ള ചുമതല നൽകുന്നു. മഹാരാജാവ് എന്നെ പരീക്ഷിക്കുകയാണല്ലോ. നാളെ കാണാം. ശരി മഹാരാജാവേ, നാളെ അറിയിക്കാം. അടുത്ത ദിവസം രാജസദസ്സിൽ പറയൂ ബീർബൽ, പക്ഷികളുടെ കണക്കെടുപ്പ് നടത്തിക്കഴിഞ്ഞു? കഴിഞ്ഞു മഹാരാജാവേ. 8000 തത്തകൾ, 10000 കാക്കകൾ, 3000 കൊക്കുകൾ, 412 മയിലുകൾ, പിന്നെ 3412 പ്രാവുകളുമുണ്ട്. ഞാൻ ഇത് അംഗീകരിക്കുന്നു. പക്ഷേ ഇതിൽ വ്യത്യാസമുണ്ടെങ്കിൽ തക്ക ശിക്ഷ സ്വീകരിക്കാൻ തയ്യാറായിക്കൊള്ളൂ. ശരി മഹാരാജാവേ, പക്ഷേ ഇത് ഇന്നലത്തെ കണക്കെടുപ്പാണ്.
ഇന്ന് ചില പക്ഷികൾ പറന്നുപോയിരിക്കാം, ചിലത് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്നിരിക്കാം, കൂടാതെ ചിലത് ജനിച്ചിരിക്കാം. അതുകൊണ്ട് ഒരുപക്ഷെ എണ്ണത്തിൽ വ്യത്യാസം കണ്ടേക്കാം. ഇവയൊക്കെ കണക്ക് കൂട്ടിയാൽ എന്റെ കണക്ക് ശരിയായിരിക്കും. നിങ്ങളുടെ ബുദ്ധിശക്തി വീണ്ടും തെളിയിച്ചിരിക്കുന്നു ബീർബൽ. എത്ര മൈലുകൾ ഉണ്ടെന്നാണ് ബീർബൽ പറഞ്ഞത്? 412, 401, 408, 417. 412. ഉത്തരം ശരിയാണ്.